ദീപാദാസ് മുൻഷി വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും. 3 മണിക്ക് അവരിവിടെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തുകയാണ്. AICC നിരീക്ഷകർ വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും എന്ന കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയാണ്. 3 മണിക്ക് ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് വന്നിറങ്ങും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബിനിൽ നമ്മൾ വിവരങ്ങൾ നൽകും. ബിനിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് 3 മണിക്ക് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്നു. നിയമസഭാ കക്ഷി യോഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അത് വൈകാൻ ഇടയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം 12:10 ചാർട്ടേഡ് വിമാനം ഡൽഹിയിൽ നിന്നും തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. 3:30 തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും. അതിനുശേഷം 4 മണിക്ക് തന്നെ ഈ നിയമസഭാ കക്ഷി യോഗം ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് KPCC ആസ്ഥാനത്തേക്കായിരിക്കും വരിക. ഈ വിമാനത്തിൽ 4 പേരുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. അജയ് മാക്കനും മുകുൾ വാസനിക്കും ദീപാദാസ് മുൻഷിയുമുണ്ട്. ദീപാദാസ് മുൻഷി നേരത്തെ രാവിലെ വരാനിരുന്നതാണ്. പിന്നീട് അവർ കത്ത് കിട്ടിയ ശേഷം പിന്നീട് വൈകിട്ടോട് കൂടിയാണ് എത്തുക എന്ന ചില സൂചന ഉണ്ടായിരുന്നു. എന്തായാലും 3:30 വിമാനത്തിൽ അവരുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ സൂര്യകാന്ത് ദസ്മനയും ഈ വിമാനത്തിൽ ഉണ്ട്. അങ്ങനെ 4 പേരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് KC വേണുഗോപാൽ ആ വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അത് എന്ത് സൂചനയാണ് നൽകുക എന്നുള്ളത് ഒരു ആകാംക്ഷയാണ്. നിലവിൽ എന്തായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അത് വൈകാൻ ഇടയില്ല എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. KC വേണുഗോപാൽ അല്ല മുഖ്യമന്ത്രി എന്ന് വിചാരിക്കേണ്ടുന്ന സമയമായോ? സനീഷ്, ഇപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ആ ഇതിൽ ഈ കാര്യങ്ങൾ വന്നിട്ടില്ല. കാരണം ഡൽഹിയിലെ കൂടിക്കാഴ്ച, അതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരണം. ഇപ്പോഴും ആ കൂടിക്കാഴ്ച തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും അത്തരം ഒരു നിർണായക വിവരം ലഭ്യമാവുക. അവസാന നിമിഷവും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC വേണുഗോപാൽ നിലയുറച്ച് നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പിന്മാറിയതായി പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പിന്മാറിയാലുള്ള സാഹചര്യമാണ്. പിന്മാറിയാൽ ആ പിന്തുണ ഒരിക്കലും VD സതീശിലേക്ക് പോകില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണക്ക് ചൂണ്ടിക്കാട്ടിയതാണ്. 46 എന്ന കണക്ക് തന്നെയാണ് ഇപ്പോഴും KC വേണുഗോപാൽ പക്ഷം പറയുന്നത്. ആ ക്യാമ്പ് പറയുന്നത് നമുക്കിപ്പോ KCO VDO എന്ന ചോദ്യത്തിൽ നിന്ന് മാറിയിട്ട് VDO RCO എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലേ? അതായത് KC വേണുഗോപാൽ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ദീപാദാസ് മുൻഷി അടക്കമുള്ള നിരീക്ഷകർക്കൊപ്പം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്നിട്ടാണ് പ്രഖ്യാപനം നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ആലോചിച്ചാൽ KC വേണുഗോപാൽ വലിയ സമ്മർദ്ദങ്ങൾക്കും മറ്റുമൊക്കെ ഒടുവിൽ പിന്മാറിയിരിക്കുന്നു. പക്ഷേ പിന്മാറിയാൽ അദ്ദേഹം VD സതീശനല്ല, രമേശ് ചെന്നിത്തലയാകണം മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ KC വേണുഗോപാൽ വരുന്നു എന്നതുപോലുള്ള വിമർശനങ്ങളും മറ്റും ഈ ഘടകകക്ഷികളൊന്നും ഉണ്ടാകില്ല. കാരണം വിജയിച്ചു വന്ന MLA ആണ് രമേശ് ചെന്നിത്തല, നിശ്ചയമായിട്ടും അർഹതയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തടയുക എന്നത് VD സതീശനെ തടയുന്നത് പോലെ എളുപ്പമാവുകയില്ല എന്നൊരു സാഹചര്യം മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ എന്തോ ഒരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും VD സതീശൻ പക്ഷത്തിന് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും അല്ലേ? സനീഷ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, കൗതുകരമായ ഒരു കാര്യമാണ്, വാർത്തയെ നൽകാനല്ല. ഇന്ന് രാവിലെ നമ്മൾ ചെന്നിത്തലയുമായി ചെന്നിത്തല പക്ഷവുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കാർഡ് ചെയ്ത് വെച്ചോളൂ, രമേശ് ചെന്നിത്തല കാർഡ് ചെയ്ത് വെച്ചോളൂ, അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് അവർ രസകരമായി പറഞ്ഞ ഒരു കാര്യം. എന്തായാലും ആ ക്യാമ്പ് ഇന്ന് അധികം സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ അധികം പിന്തുണയോ അല്ലെങ്കിൽ അധികം ആ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ VD സതീശനോ അതോ KC വേണുഗോപാലോ ആ ചർച്ചയാണ് അവിടെ ഉണ്ടായിരുന്നത്. തഴയപ്പെട്ടു എന്നൊരു ചിന്തയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷവും നിലവിൽ ഇന്നലെ ഉണ്ടായ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നാണ് ജയറാം രമേശ് പുറത്തേക്ക് വന്ന് പറഞ്ഞത്. പക്ഷേ ആ തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെയുള്ള ഈ സ്ഥിതിഗതിയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആ 3 പേരുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്.